നമസ്കാരം, എല്ലാവർക്കും ആൽഫയുടെ +1 യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ, അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ഒരു പാർട്ട് പഠിച്ചു. നമ്മൾ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പഠിക്കാൻ പോവുകയാണ്. ഇന്ന് ക്ലാസ്സിനകത്ത് നമ്മൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ്റം മോഡലിനെ കുറിച്ചാണ്. ആറ്റം മോഡലിൽ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തോംസൺ അറ്റോമിക് മോഡൽ. ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയ ജെ തോംസൺ ആറ്റത്തെക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞത്, അതിനെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. രണ്ടാമത് റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റൂദർഫോർഡ് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റിന് ശേഷം അദ്ദേഹം ആറ്റത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അത് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് കേൾക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്, പക്കയായിട്ട് നമ്മൾ അറ്റോമിക് നമ്പറും മാസ് നമ്പറും പഠിക്കും. അതിനുശേഷം ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ സെറ്റായിട്ട് പഠിക്കും. അതിനുശേഷം റൂദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഗംഭീരമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഈ ഒരു ആൽഫയുടെ ഈ ഒരു കെമിസ്ട്രിയുടെ +1 ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ആവറേജ് നിൽക്കുന്ന ഒരാളിനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കെമിസ്ട്രിയോടൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ നമുക്ക് തോന്നണം. അതാണ് ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറിയാലോ, പെയ്ഡ് ക്ലാസ്സുകളല്ല, ഒരു കാശും കൊടുക്കാതെ നമുക്ക് ക്ലാസ്സുകൾ ആസ്വദിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇന്ന് ആറ്റം മോഡലിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റത്തിനകത്ത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഡിഫറെൻറ്റ് അറ്റോമിക് മോഡൽസ് വെയർ പ്രപ്പോസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണിനെയൊക്കെ ഒരു ആറ്റത്തിനകത്ത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഒരു ആറ്റത്തിനകത്ത് എങ്ങനെയാണ് ഇതിനെയൊക്കെ വെച്ചിട്ടുള്ളത്, വിന്യസിച്ചിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി പണ്ടുകാലം മുതൽ കുറേ സയൻറ്റിസ്റ്റുകൾ, അതിൻ്റെ പുറകെ പണിയെടുക്കുന്ന കുറേ സയൻറ്റിസ്റ്റുകൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രമിച്ച ആദ്യത്തെ ആളിൻ്റെ പേര് അത് ജെ തോംസൺ എന്നാണ്. 1898 ഈ ജെ തോംസൺ എന്ന് പറയുന്ന ആള് ആദ്യമായി ആറ്റത്തിൻ്റെ മോഡൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒരു ആറ്റം ഒരു സ്പിയറാണ്. ആ സ്പിയറിനകത്ത് നിറച്ചു എന്താണ്? പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജാണ്. ഇപ്പോൾ ഒരു ആറ്റത്തെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വിറ്റ്സർലാൻഡിൽ പോകുന്ന ആൾ വന്നിട്ട് നമുക്ക് സ്വിറ്റ്സർലാൻഡ് എങ്ങനെയാണെന്ന് വിശദീകരിച്ച് തരും, അല്ലേ? ആണ്. ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ അവിടെ പോയവർ നമുക്ക് അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു തരും. കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളിന് ആന എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കണ്ണ് കണ്ട ഒരാൾ ആനയെക്കുറിച്ച് വിശദീകരിക്കുന്ന പണ്ടൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ആറ്റത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ലടാ. അപ്പം ആറ്റത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ആറ്റം എങ്ങനെയാണ്? ജെ തോംസൺ ആറ്റത്തിൻ്റെ പുറകെ നടന്ന ആളാണ്, ഇലക്ട്രോൺ കണ്ടെത്തിയ ആളാണ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അയാൾ പറയുന്നത് ഇതാണ്: ഒരു സ്പിയർ കണക്കിരിക്കും, ഒരു ഗോളം കണക്ക്. അതിനകത്ത് നിറച്ചും പോസിറ്റീവ് പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, ആ പോസിറ്റീവ് പാർട്ടിക്കിളിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഈ ഒരു കുറേ പാർട്ടിക്കിൾസിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ചാർജുള്ള ആളുടെ പേരെന്താ? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ അതിനകത്തേക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആരെയാണ്? ഇലക്ട്രോൺസിനെ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുള്ളൂ. അതൊക്കെ ഉണ്ടാ, ഇവിടെ നോക്കിയേ, ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിനകത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ കണ്ടോ, ഒരു ആറ്റം ഒരു സ്പിയർ കണക്ക്. അതിനകത്ത് പോസിറ്റീവ് ചാർജ് കണ്ടോ, കാണുന്നത് കൊണ്ടോ? പോസിറ്റീവ് ചാർജ് കാണുന്നുണ്ട്. ഇവിടെ എല്ലാം പോസിറ്റീവ് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ സ്പിയറിനകത്ത് നിറച്ച് പോസിറ്റീവ്, അതിനകത്ത് കുറച്ച് ഭാഗത്തെല്ലാം നെഗറ്റീവ് ചാർജ് ഉണ്ട്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജും അതിനകത്ത് ഉണ്ടാവും എന്ന് ജെ തോംസൺ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എങ്കിലേ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുള്ളൂ എന്ന്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവണമെങ്കിൽ പോസിറ്റീവ് ചാർജിന് ഈക്വലായിട്ട് നെഗറ്റീവ് ചാർജും വേണം. ഇതിനെയാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. പ്ലം എന്ന് പറഞ്ഞാൽ എഡിബിൾ പാർട്ട്. കേക്ക് സാധാരണ പ്ലം കേക്കിട്ടുണ്ട്. പ്ലംസ് എന്ന് പറഞ്ഞാൽ പ്ലം. അപ്പൊ പ്ലം പുഡിംഗ് എന്ന് പറഞ്ഞാൽ, പ്ലം പുഡിംഗ് എന്ന് പറയുന്ന സാധനം
കേക്ക്. ഒരു കേക്കിൽ നമ്മൾ പ്ലം പുഡിങ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ചെറു ഉണക്ക മുന്തിരിയില്ലേ, ആ ഉണക്കമുന്തിരി റൈസിൻസ് അല്ലേ എന്നല്ലേ പറയുക, റൈസിൻ. അപ്പം റൈസിൻസ് എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ്, പുഡിങ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ആണ്. അപ്പോൾ ഒരു പ്ലം പുഡിങ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഡിബിൾ പാർട്ട് ഉണ്ട്, അതാണ് ആ പുഡിങ്. പിന്നെ അതിനകത്ത് കുറച്ച് ഉണക്കമുന്തിരി ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, അതാണ് ഇലക്ട്രോൺ. അപ്പോൾ ഇയാൾ അതുമായിട്ടാണ് ഇതിനെ ഒരു ആറ്റത്തെ കമ്പയർ ചെയ്തത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഇതാണ് പ്ലം പുഡിങ് മോഡൽ ഓഫ് ആറ്റം എന്ന്. ഓക്കെ, ഇതിന് വലിയ എന്താ പറയുക സ്വീകാര്യതയൊന്നും കിട്ടിയില്ല. ഓക്കെ, കുറച്ച് നാൾ ആൾക്കാർ പ്ലം പുഡിങ് മോഡൽ എന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ സ്വീകാര്യതയൊന്നും കിട്ടാത്ത ഒരു മോഡലായിരുന്നു ജെ തോംസന്റെ ഈ മോഡൽ. ഓക്കെ, ഇനി അടുത്തത് റുദർഫോർഡിന്റെ മോഡലാണ്. റുദർഫോർഡ് ആറ്റത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? റുദർഫോർഡ് ആറ്റത്തെക്കുറിച്ച് എന്ത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റുദർഫോർഡ് ഒരു ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, വളരെ ലെജൻഡ് ആയിട്ടുള്ള ഒരാളാണ് റുദർഫോർഡ്. പീരിയോഡിക് ടേബിളിൽ 104ാമത്തെ എലമെന്റ് ആണ് റുദർഫോർഡിയം. അദ്ദേഹം ഏണസ്റ്റ് റുദർഫോർഡ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഒരാളാണ്. ഭയങ്കര ലെജൻഡാണ്. നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ പറയുന്നത് പോലെ അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഓക്കെ, ഡാനിയൽ റുദർഫോർഡ് എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്, അദ്ദേഹമാണ് നൈട്രജൻ കണ്ടുപിടിച്ചത്, അത് വേറൊരാളാണ്. ഇത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഈ ഏണസ്റ്റ് റുദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ആ എക്സ്പെരിമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റ് പേര് എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞോ മക്കളെ, എന്താണ് എക്സ്പെരിമെന്റ് പേര്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്താണ് എന്നാണ് ഈ ചിത്രത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. നോക്കൂ, ഇവിടെ ഒരു പേടകം വെച്ചിട്ടുണ്ട്, കണ്ടോ, ഒരു ലെഡ് ബ്ലോക്ക്, ഇതാണ് പേടകം. ശ്രദ്ധിക്കണേ, ഞാൻ പറയുമ്പോൾ ഞാനിവിടെ ഒരു എന്താ പറയുക, ഒരു ലേസർ പോയിന്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ റെഡ് കളറിൽ കാണുന്നുണ്ടോ? അപ്പം അവിടെ തന്നെ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പം എന്താ, ഇവിടെ ഒരു പേടകം, ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സ് ലെഡ് ബ്ലോക്കാണത്. അതിനകത്താണ് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് വെച്ചിട്ടുണ്ട്. അയാളുടെ പേരാണ് റേഡിയം. റേഡിയം എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അതിൽ നിന്ന് ചില റേസ് പുറത്തേക്ക് വരും. ആ റേസ് ഇതിൽ നിന്ന് പുറത്തേക്ക്, ഇതൊരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് റേഡിയം. പീരിയോഡിക് ടേബിളിലെ ഒരു എലമെന്റ് ആണ് റേഡിയം. റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൽഫ, ബീറ്റ, ഗാമ പോലെയുള്ള കിരണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന എലമെന്റ് എന്ന് പഠിച്ചിരുന്നാൽ മതി. ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു എലമെന്റ്, അതാണ് റേഡിയം. ആ എലമെന്റിൽ നിന്നും ഇവിടേക്ക് കണ്ടോ ആൽഫ പാർട്ടിക്കിൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാ ആറ്റത്തിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾ വരുമോ? ഇല്ല. റേഡിയോ ആക്റ്റീവ് എലമെന്റ്. അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഏതാ? റേഡിയം. റേഡിയത്തെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഒരു ബോക്സിനകത്ത്. ആ ബോക്സിനെ എന്താ വിളിക്കുക? ലെഡ് ബ്ലോക്ക്. ആ ലെഡ് ബ്ലോക്കിനകത്ത് സുരക്ഷിതമായിട്ട് നമ്മൾ അതിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ലെഡ് ബ്ലോക്ക് തിരഞ്ഞെടുക്കാനും കാരണമുണ്ട്, നമുക്ക് ഇവിടെ പഠിക്കേണ്ട, പറയേണ്ട കാര്യമില്ല. അതിനകത്ത് റേഡിയം വെച്ചിട്ടുണ്ട്. റേഡിയത്തിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ കടന്നു വരുന്നു. ഇവിടെ നമ്മളൊരു അതാ ഇവിടെ കണ്ടോ, ഒരു ലെഡ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ലെഡ് പ്ലേറ്റിനകത്ത് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിലൂടെ ഈ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇവിടെ നോക്കണേ, ഇവിടെ ഒരു ഗോൾഡ് ഷീറ്റ് ഓഫ് കണ്ടോ, തിൻ ഗോൾഡ് ഫോയിൽ, ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. ഒരു ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഒരു ഷീറ്റ്. ഓക്കെ, അതിനകത്ത് നിറച്ചും ഗോൾഡിന്റെ ആറ്റങ്ങളാണ്. ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നിറച്ചും ആറ്റങ്ങളുണ്ട്. ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഒരു സർക്കുലാർ ഷേപ്പിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. സ്ക്രീൻ. ഓക്കെ, അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട പാർട്ടൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇത് റേഡിയോ ആക്റ്റീവ് എലമെന്റായ റേഡിയമാണ്. ആ റേഡിയത്തിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് നേരെ ഇങ്ങനെ വന്ന് ഈ ഒരു ഗോൾഡ് ഫോയിലിൽ ഹിറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പെരിമെന്റ് ആണിത്, അല്ലേ? അപ്പൊ റേഡിയത്തിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ കടന്നു വരുന്നു. അത് നേരെ വന്ന് ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോകുന്നു. ഗോൾഡ് ഫോയിലിൽ ഹിറ്റ് ചെയ്യണ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ സർക്കുലാർ ഷേപ്പിലുള്ള ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം കാണാം? അദ്ദേഹം കണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയുകയാണെ. ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയും, മക്കളെ ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നാമത്തെ പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ, മിക്കവാറും ഇതിലൂടെ കടന്നുപോയ ഈ ആൽഫ പാർട്ടിക്കിൾ എല്ലാം തന്നെ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. ഗോൾഡ് ഫോയിലൂടെ മിക്കവാറും ഉള്ള ആൽഫ പാർട്ടിക്കിൾ എല്ലാം കടന്നുപോയി. മിക്കവാറുമുള്ള ആൽഫ പാർട്ടിക്കിൾ എല്ലാം കടന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 99.9% ആൽഫ പാർട്ടിക്കിളും കടന്നുപോയി.
99.9% ആൽഫ പാർട്ടിക്കിളും കടന്നുപോയി. രണ്ടാമത് എന്താ കണ്ടത്? സം ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ബാക്ക്. ചില ആൽഫ പാർട്ടിക്കിൾ എല്ലാം അതിൽ പോയി തട്ടിയിട്ട് ചെറിയൊരു ആംഗിളിൽ അവിടെ നിന്ന് പോയി, അതായത് പുറകിലോട്ട് പോയി. കേട്ടോ, ഇവിടെ നോക്കി ഏറ്റവും കൂടുതൽ ആൽഫ പാർട്ടിക്കിൾ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. അതാ ഇവിടെ കണ്ടോ, ഈ ആൽഫ പാർട്ടിക്കിൾ ഇവിടെ കണ്ടോ, അതാ കണ്ടോ, ഇവിടെ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ സ്ട്രൈക്ക് ഹിയർ. ഇവിടെ മിക്കവാറും ആൽഫ പാർട്ടിക്കിളൊക്കെ ഇവിടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ഒരുപാട് 99.9% ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. ഓക്കെ, ഇനി ചില ആൽഫ പാർട്ടിക്കിളൊക്കെ ഇവിടെ വന്നിട്ട് ഡീവിയേറ്റ്, എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ സ്ട്രൈക്ക് ഹിയർ, എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ സ്ട്രൈക്ക് ഹിയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ആൽഫ പാർട്ടിക്കിളൊക്കെ കറക്റ്റായിട്ട് അതിലൂടെ കടന്ന് ചിലതൊക്കെ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക്, ചിലതൊക്കെ ചെറിയ ആംഗിളിൽ, ചിലതൊക്കെ വലിയ ആംഗിളിൽ. അപ്പോൾ ചില ആൽഫ പാർട്ടിക്കിളൊക്കെ എന്ത് ചെയ്തു? ഇവിടെ വന്ന് തട്ടിയിട്ട് അത് ബൗൺസ് ബാക്ക് തിരിച്ചു പോയി, ഇങ്ങോട്ട് പോയി കണ്ടോ, ബൗൺസ് ബാക്ക് ചെയ്ത് കണ്ടോ. അത് ഏകദേശം ഒരു 20,000 കടന്നുപോയ ആൽഫ പാർട്ടിക്കിൾ കടന്നു പോകുമ്പോൾ അതിൽ ഒരെണ്ണമാണ് ഇങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യണത്. കുറേയൊക്കെ സ്മോൾ ആംഗിളിലും ലാർജ് ആംഗിളിലും ഒക്കെ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി. ഇതാണ് എക്സ്പെരിമെൻ്റ്. എക്സ്പെരിമെൻറ്റിൽ 3 കാഴ്ചകളാണ്. എന്തൊക്കെയാണ് എക്സ്പെരിമെൻറ്റിൽ കണ്ടത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. ഗോൾഡ് ഫോയിലൂടെ മിക്കവാറും ആൽഫ പാർട്ടിക്കിൾ എല്ലാം കടന്നു പോയിട്ട് അത് നേരെ എവിടെ വന്ന് ഹിറ്റ് ചെയ്തു? ഈ സ്ക്രീനിൽ വന്ന് ഹിറ്റ് ചെയ്തു. എത്ര പെർസെൻറ്റേജ്? 99.9%. ചില ആൽഫ പാർട്ടിക്കിളൊക്കെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് അത് ഡീവിയേറ്റ് ചെയ്ത് അങ്ങോട്ട് പോയി. ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ സ്ട്രൈക്ക് ഹിയർ. ഇവിടെ കുറച്ചൊക്കെ ഇങ്ങോട്ടേക്ക് പോയി. ചിലതൊക്കെ സ്മോൾ ആംഗിളിലും ചിലതൊക്കെ ലാർജ് ആംഗിളിലും ഒക്കെ ആ ഗോൾഡ് ഫോയിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോയി. ഓക്കെ, എന്നിട്ട് ചിലതൊക്കെ ബൗൺസ് ബാക്ക്, ഈ ഗോൾഡ് ഫോയിൽ വന്ന് തട്ടിയിട്ട് തിരികെ പോയി. ഒരു റബ്ബർ ബോൾ എടുത്ത് നമ്മൾ തറയിലിട്ട് കഴിഞ്ഞാൽ അത് തിരികെ വരും, അല്ലേ? അങ്ങനെയല്ലേ? അതുപോലെ. അപ്പോൾ 3 കാഴ്ചകൾ. ഓക്കെ, എന്നിട്ട് ഇതിനകത്തുനിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തു. ഓക്കെ, എന്തെല്ലാമാണ് മനസ്സിലാക്കിയത്? ഈ റേഡിയത്തിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വന്ന് ഗോൾഡ് ഫോയിലൂടെ കടന്ന് നേരെ പോയി. അപ്പോൾ അയാൾ മനസ്സിലാക്കി ആ ഗോൾഡ് ഫോയിലിൽ നിറച്ചു ആറ്റങ്ങളുണ്ട്. ആ ആറ്റങ്ങളിലൂടെ തുളഞ്ഞാണ് ഈ ആൽഫ പാർട്ടിക്കിൾ കടന്നുപോയത്. അപ്പോൾ ആ ആറ്റത്തിൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ആർ എംപ്റ്റി. ഒരാറ്റത്തിൻ്റെ മിക്കവാറും സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ സ്പേസസ് ഇൻ ആൻ ആറ്റം ആർ എംപ്റ്റി. അങ്ങനെയാണെങ്കിലല്ലേ അത് തുളഞ്ഞു പോവുള്ളൂ, അല്ലേ? ആണ്. അപ്പം ആൽഫ പാർട്ടിക്കിൾ എല്ലാം ഇങ്ങനെ 99.9% ആൽഫ പാർട്ടിക്കിളും ഗോൾഡ് ഫോയിലൂടെ കടന്നു പോകാൻ കാരണം ആറ്റത്തിൻ്റെ മിക്കവാറും സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ സ്പേസസ് ഇൻ ആൻ ആറ്റം ആർ എംപ്റ്റി. ചില ആൾക്കാരൊക്കെ ചില ആൽഫ പാർട്ടിക്കിളൊക്കെ ഇങ്ങനെ കടന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോയി. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അത് ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അതിനകത്ത് പോസിറ്റീവ് ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം പോസിറ്റീവ് ചാർജുള്ള എന്തോ ഒരു സാധനം ആറ്റത്തിനകത്തുണ്ട്. അതാ റീസൺ. എന്നാൽ ചിലതൊക്കെ, അപ്പോൾ ചില ആൾക്കാരൊക്കെ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, സ്മോൾ ആംഗിളിലും ലാർജ് ആംഗിളിലും ഒക്കെ ഡീവിയേറ്റ് ചെയ്ത് മാറി. ചിലതൊക്കെ ബൗൺസ് ബാക്ക്, തട്ടി തിരികെ പറഞ്ഞ റബ്ബർ പന്തെടുത്ത് തറയിലിട്ടപ്പോൾ തറയ്ക്ക് കട്ടിയുള്ളതുകൊണ്ടല്ലേ റബ്ബർ പന്ത് തിരിച്ചു വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചില ആൽഫ പാർട്ടിക്കിൾ ബൗൺസ് ബാക്ക് ചെയ്തു. എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആർ ബൗൺസ് ബാക്ക്. കുറച്ച് 20,000 ആൽഫ പാർട്ടിക്കിളിനെ കടത്തിവിടുമ്പോൾ ഒരെണ്ണം മാത്രമാണ് ബൗൺസ് ബാക്ക് ചെയ്യണേ. അപ്പം അതിനകത്തൊരു മീനിങ് ഉണ്ട്. എന്താണെന്നറിയാമോ? ആ ഷീറ്റിനകത്തെ ആറ്റം ഉണ്ടല്ലോ, ആ ആറ്റത്തിൽ കട്ടിയുള്ള എന്തോ ഇരിപ്പുണ്ട്. അതാണ് ന്യൂക്ലിയസ്. അപ്പം മോസ്റ്റ് ഓഫ് ദ സ്പേസസ് ഇൻ ആൻ ആറ്റം ആർ എംപ്റ്റി. 1. 2, ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവാണ്. അവൻ ഈ ഗോൾഡ് ഫോയിലിലെ ആറ്റത്തിലേക്ക് അടുത്ത് വരുമ്പോഴത്തേക്കും അവനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. അപ്പം റിപ്പൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, അതുകൊണ്ടാണ് അവൻ ഡീവിയേറ്റ് ചെയ്ത് ആൽഫ പാർട്ടിക്കിൾ വേറെ എവിടെയൊക്കെയോ പോയത്. ഇവിടെയൊക്കെ പോയതിൻ്റെ കാരണം അതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള എന്തോ ഉണ്ട്, അതാണ് പ്രോട്ടോൺ. ചിലതൊക്കെ ബൗൺസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ബൗൺസ് ബാക്ക് ചെയ്യണമെങ്കിൽ കട്ടിയുള്ള ഒരു സാധനമുണ്ട്. ആറ്റത്തിനകത്ത് ഒരു കട്ടിയുള്ള വളരെ വളരെ ചെറിയ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അത് ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അവൻ്റെ പേരാണ് ന്യൂക്ലിയസ്.
അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് വ്യക്തമാണ്, ശക്തമായിട്ട് നമുക്ക് മനസ്സിലായി. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ റൂദർഫോർഡ് മനസ്സിലാക്കിയ കാര്യങ്ങൾ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ഡിഫ്ലക്ഷൻ. ഈ റേഡിയത്തിൽ നിന്നും കടന്നുപോയ ആൽഫ പാർട്ടിക്കിൾ എല്ലാം തന്നെ 99.9% ഈ ആറ്റത്തിലൂടെ, ഗോൾഡ് ഫോയിലിനകത്തുള്ള ആറ്റത്തിലൂടെ കടന്നുപോയി. ഓക്കെ, എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ് ത്രൂ സ്മോൾ ആംഗിൾ. ചില ആൽഫ പാർട്ടിക്കിൾ മാത്രം ആറ്റത്തിൽ തട്ടിയിട്ട് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ബാക്ക്. ഇതെല്ലാം നമ്മളിവിടെ എക്സ്പെരിമെന്റിൽ കണ്ടതാണ്. ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം എന്തെല്ലാം മനസ്സിലാക്കിയെന്നറിയാമോ? ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് മക്കളെ. എന്തോന്നാ? ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ചുമ്മാ പറയല്ല, ആറ്റത്തിന്റെ സെന്ററിൽ ഒരു കട്ടിയുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ഈ പ്ലാനറ്ററി മോഡലിനകത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ഗൗരവമായി പറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുകയാണ്, ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ വെരി സ്മോൾ സെന്റർ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, ആ സെന്ററിന്റെ പേരാണ് ന്യൂക്ലിയസ് എന്ന്. കണ്ടോ, ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇവിടെയാണ് ഒരു ആറ്റത്തിൻ്റെ വേർ ഓൾ ദ പോസിറ്റീവ് ചാർജസ് ആൻഡ് എൻറ്റയർ മാസ്. ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഒരു ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ന്യൂക്ലിയസിലാണ് എന്നാണ് റൂദർഫോർഡ് പറയണേ. എന്നിട്ട് ഇയാൾ പറയുന്നു, ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ. ഒരു ന്യൂക്ലിയസിന് ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ്. ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. അപ്പൊ ഇതാണ് ആറ്റം എന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇതാണ് ആറ്റം എങ്കിൽ ന്യൂക്ലിയസിനേക്കാൾ 10⁵ ടൈംസ്, അതായത് 1,00,000 ഇരട്ടി വലിപ്പമുണ്ട് ആറ്റത്തിന്. ആറ്റമേ ചെറുതാണ്. ന്യൂക്ലിയസിനേക്കാൾ 1,00,000 ഇരട്ടി വലിപ്പമുണ്ട് ആറ്റത്തിന്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം റൂദർഫോർഡ് ആണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഒരു ആറ്റത്തിന് സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അവിടെയാണ് അതിൻ്റെ പോസിറ്റീവ് ചാർജ്. ഈ ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനേക്കാൾ 1,00,000 ഇരട്ടി വലിപ്പമുണ്ട് ആറ്റത്തിന്. രണ്ടാമത് പറയുകയാണ്, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. കണ്ടോ ഈ ചിത്രത്തിൽ നോക്കിയേ ന്യൂക്ലിയസിന് കണ്ടോ, ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജ്. ഇവിടെയാണ് മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സെന്ററിലാണ് ന്യൂക്ലിയസ്. ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഈ സഞ്ചാരപാതയെ നമ്മൾ വിളിക്കുന്ന പേരുണ്ടല്ലോ, അതാണ് ഓർബിറ്റ്. ഇനി മൂന്നാമത് പറയുന്ന ഒരു പോയിന്റ് നോക്കൂ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഇൻ ദ ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും എത്ര ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടോ അത്രയും പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിനകത്ത് കാണും. ഇപ്പൊ ഇവിടെ 5 ഇലക്ട്രോൺ ആണ് കറങ്ങുന്നതെന്ന് വിചാരിച്ചോ. 5 ഇലക്ട്രോൺ ആണ് കറങ്ങുന്നതെങ്കിൽ ന്യൂക്ലിയസിനകത്ത് 5 പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നാലാമത്, ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് ആർ ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ ആറ്റത്തിന്റെ ചുറ്റും, അതായത് ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയസിന് തോന്നണ പോലെയൊന്നും പോകാൻ പറ്റത്തില്ല. എല്ലാ ഇലക്ട്രോൺസിനെയും ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. So the electrons and nucleus are held together by electrostatic force of attraction. ഓക്കെ, ഈ ഒരു മോഡൽ കേട്ടാൽ നമുക്ക് എന്ത് തോന്നും? ഇപ്പൊ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പേര് വരാൻ കാരണം എന്താ? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നടുക്കാരാ പറഞ്ഞ സൂര്യൻ. അതിൻ്റെ ആദ്യത്തെ ഇങ്ങനെയുള്ള ഓർബിറ്റിൽ ആരാ? പ്ലാനറ്റുകൾ ഇങ്ങനെ കറങ്ങുകയാണ് അല്ലേ? വീനസ്, എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാനറ്റുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് അതുമായിട്ടൊരു സാമ്യത ഉള്ളത് കൊണ്ടാണ് ഇതിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പേര് കൊടുക്കാൻ കാരണം. ക്ലിയർ അല്ലേ? അപ്പൊ 2 മോഡൽ പക്കയായിട്ട് പഠിച്ചു. +1 കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ ജെ തോംസന്റെ മോഡലും റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലും ഏറ്റവും ഗംഭീരമായിട്ട് അറിയാവുന്നത് ആരെന്ന് ചോദിച്ചാൽ ഈ ക്ലാസ് കാണുന്ന പിള്ളേരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വ്യക്തതയോടെ, വളരെ ട്രാൻസ്പാരൻ്റായി, വളരെ എന്താ പറയുക, ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ക്ലാസ്സിലും കുറേ കാര്യങ്ങൾ പഠിച്ചു. അടുത്ത ക്ലാസ്
2 ദിവസത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കെമിസ്ട്രി തൂക്കും ഉറപ്പാണ്. +1 നമ്മൾ 60-ന് 60 വാങ്ങും. 60-നാണല്ലോ തിയറി പരീക്ഷ അല്ലേ. 20-ന് നമ്മുടെ സ്കൂളിലെ ടീച്ചറിനെ ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ, ഒന്ന് അനുസരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 20 മാർക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 20, 60, 80 മാർക്ക് കിട്ടും. അടുത്ത വർഷം നമുക്ക് അതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ 200-ന് 200 മാർക്ക്, ഇതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്താണ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. മക്കളെ ശ്രദ്ധിക്കണേ, വളരെ കുഞ്ഞു കാര്യമാണ് പറയാൻ പോകുന്നത്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് ഇത്. സാർ ഇപ്പോൾ വരച്ചിരിക്കുന്ന ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ ഇരിക്കുന്നത്. ഈ ന്യൂക്ലിയസിനകത്ത് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ? പ്രോട്ടോണും ന്യൂട്രോണും. ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് 2 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളുണ്ട്. ഒന്ന് പ്രോട്ടോൺ, 2 ന്യൂട്രോൺ. ഇതിന് ചുറ്റും ഓർബിറ്റലുകളിലാണ് ഇലക്ട്രോണുകൾ കറങ്ങുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ ആ പ്രോട്ടോണിനെയാണ് നമ്മൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ. ആ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണോ അതിനെ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണം 1 അത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ്റെ പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിനകത്ത്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് നമ്പർ. അപ്പം ഈ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ, ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണും കാണും കേട്ടോ. അപ്പോൾ എത്ര ഇലക്ട്രോണും കാണും? അപ്പോൾ ഹൈഡ്രജനിൽ 1 പ്രോട്ടോണും ഉണ്ട്, 1 ഇലക്ട്രോണും ഉണ്ട്. ക്ലിയർ അല്ലേ? ആണ്. എല്ലാ ആറ്റങ്ങളിലും പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ് ഉണ്ട്. എല്ലാ ആറ്റങ്ങൾക്കും അറ്റോമിക് നമ്പർ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വ്യക്തമായി ഒരു കാര്യം മനസ്സിലായി. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ഇസഡ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് അറ്റോമിക് നമ്പർ നമ്മൾ സൂചിപ്പിക്കുക. എന്താണ് മാസ് നമ്പർ? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന 2 പേരുണ്ട്. ആരൊക്കെയാ? പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, അതിനെ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മാസ് നമ്പർ. ഓക്കെ, മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്ഷരം ഏതാ? എ ആണ്. മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന അക്ഷരമാണ് എ. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണെന്ന് പഠിച്ചു, മാസ് നമ്പർ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, നമ്മൾ പലപ്പോഴും പറയില്ലേ, സാറിനെ പോലെ ഒരാളെ ഞാൻ വേറെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു, ഇയാളെ പോലെ ഒരാൾ ഞാനും കണ്ടിട്ടുണ്ട്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു എലമെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഹൈഡ്രജന് പ്രധാനമായും 3 രൂപങ്ങളുണ്ട്. അതായത് ഇപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് ഹൈഡ്രജൻ, ഇത് വേറൊരു ഹൈഡ്രജൻ, ഇത് വേറൊരു ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ്. ഇതൊരു ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് ആണ്. ഇതിനകത്ത് പ്രോട്ടോണിൻ്റെ എണ്ണം 1. എല്ലാ ഹൈഡ്രജനിലും പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആയിരിക്കും. ചില ഹൈഡ്രജൻ നോക്കുമ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണവും 0 ആയിരിക്കും. എന്നാൽ ചില ഹൈഡ്രജനിൽ ന്യൂട്രോണിൻ്റെ എണ്ണം 1 ആയിരിക്കും. അപ്പോൾ ചില ന്യൂട്രോണിൻ്റെ എണ്ണം 2 ആയിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ശ്രദ്ധിച്ച് കണ്ടല്ലോ. അപ്പോൾ ചില ഹൈഡ്രജനിൽ സാധാരണ എത്ര ഇലക്ട്രോണാണ് ഉള്ളതെന്ന് പറയാം. സാധാരണ 1 ഇലക്ട്രോൺ അല്ല, എത്ര പ്രോട്ടോണാണ് ഉള്ളത്? 1 പ്രോട്ടോൺ ഉണ്ടോ? ഇതുപോലെയാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോളൂ, ഇതുപോലെയാണ്. ഓക്കെ, കണ്ടോ? ഇപ്പം ഈ 3 രൂപങ്ങൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഹൈഡ്രജനിൽ എല്ലാ ഹൈഡ്രജനിലും പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്. ഇവിടെയും പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്, ഇവിടെയും പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്, ഇവിടെയും പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്. പക്ഷെ ഇവിടെ ന്യൂട്രോൺ ഇല്ല. ഇവിടെ ന്യൂട്രോൺ 1 എണ്ണം ഉണ്ട്, ഇവിടെ ന്യൂട്രോൺ 2 എണ്ണം ഉണ്ട്. ഇവരെല്ലാവരുടെയും പേര് ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ ആറ്റം ഓഫ് സെയിം എലമെന്റ്, എല്ലാവരും ഹൈഡ്രജനാണ്. പക്ഷേ ചില ഹൈഡ്രജനിൽ ന്യൂട്രോൺ ഇല്ല, ചില ഹൈഡ്രജനിൽ 1 ന്യൂട്രോൺ ഉണ്ട്, ചിലതിൽ 2 ന്യൂട്രോൺ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? മക്കളെ ശ്രദ്ധിച്ച് പറയണേ. നമുക്ക് പറയാൻ പറ്റും, ഈ 3 എണ്ണം പരിശോധിച്ചാൽ, ഇത് 3 നോക്കിയാൽ മനസ്സിലാവും, ഇത് 3ഉം ഹൈഡ്രജനാണ്. എവനും ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജനിൽ 1 പ്രോട്ടോണേ ഉള്ളൂ. സോ അറ്റോമിക് നമ്പർ 1. ഇതിലും പ്രോട്ടോൺ 1 ഉള്ളൂ, അറ്റോമിക് നമ്പർ 1. ഇതിലും പ്രോട്ടോൺ 1 ഉള്ളൂ, മൂന്നാമത്തേലും പ്രോട്ടോൺ 1 ഉള്ളൂ, അറ്റോമിക് നമ്പർ 1. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് 2 കൂടെ കൂട്ടണം അല്ലേ? ന്യൂട്രോണും പ്രോട്ടോണും കൂടെ കൂട്ടുമ്പോഴും 1 തന്നെ. ഇവിടെ ന്യൂട്രോണും പ്രോട്ടോണും കൂടെ കൂട്ടുമ്പോൾ 2. ഇവിടെ ന്യൂട്രോണും പ്രോട്ടോണും കൂടെ കൂട്ടുമ്പോൾ 3. കണ്ടോ? അപ്പം ഇത് 3ഉം കമ്പയർ ചെയ്താൽ നമ്മൾ പറയാൻ പറ്റും
സെയിം എലമെന്റ് ഹാവിങ് ആറ്റം ഓഫ് സെയിം എലമെന്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. ഒരേ അറ്റോമിക് നമ്പർ വരികയും മാസ് നമ്പർ വ്യത്യാസമാവുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പ്. അപ്പം ഐസോടോപ്പ് എന്താണെന്ന് മനസ്സിലായി. ഇതിൽ യവനൊരു പേരുണ്ട്, പ്രോട്ടിയം. നമ്മൾ എവിടെയെല്ലാമാണോ ഹൈഡ്രജനെ പറയുന്നത് അതെല്ലാം പ്രോട്ടിയമാണ്. ഡ്യൂറ്റീരിയം എന്ന് പറഞ്ഞ ഹൈഡ്രജൻ വേറൊരു രൂപമുണ്ട്, കുറച്ചേ ഉള്ളൂ. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ട്രിഷിയം. അപ്പോൾ നമ്മൾ വെള്ളത്തിലുള്ള ഹൈഡ്രജൻ എന്ന് പറഞ്ഞ പ്രോട്ടിയമാണ്. വെള്ളം, ഫുഡ്, മരുന്നുകൾ, പ്ലാസ്റ്റിക്, ഇതിലെല്ലാം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്, ഇവിടെയൊക്കെ നമ്മൾ കാണപ്പെടുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടിയം. എന്ന് വെച്ചാൽ മെജോറിറ്റിയും ഹൈഡ്രജൻ എന്ന് പറയുന്ന പ്രോട്ടിയം, 99% നമ്മൾ പ്രോട്ടിയം എന്ന് പറയുന്നത്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടിയത്തെയാണ് കേട്ടോ. അതായത് എന്തില്ല, ന്യൂട്രോൺ ഇല്ല. അടുത്തത് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ കണ്ട ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ കണ്ടാൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഇവിടെ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. ഇതാണ് പ്രോട്ടിയം, ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ. ഇവിടെ 1 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ, അവൻ്റെ പേരാണ് ഡ്യൂറ്റീരിയം. ഇവിടെ 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ, അവൻ്റെ പേരാണ് ട്രിഷിയം. ഇത് 3ഉം ഹൈഡ്രജനാണ്. അതിൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജനാണ് പ്രോട്ടിയം. ക്ലിയർ ആണേ? ഓക്കെ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കോണേ. ഇവിടെ നോക്കൂ, നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കൂ, നൈട്രജന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന നൈട്രജനെ കണ്ടോ? ഇതിനകത്ത് അറ്റോമിക് നമ്പർ നോക്കിയേ 7, ഇവിടെ അറ്റോമിക് നമ്പർ നോക്കിയേ 6. അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആകുമ്പോൾ എലമെൻറ്റ് ഡിഫറെൻ്റ് ആവും. നേരത്തെ അറ്റോമിക് നമ്പർ സെയിം ആയിരുന്നു, അതുകൊണ്ട് ആ എലമെന്റ് സെയിം ആയിരുന്നു. ഇവിടെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയി. ഇവിടെ നൈട്രജന് 7, കാർബൺ 6, പക്ഷെ മാസ് നമ്പർ സെയിം ആണ് കേട്ടോ. കാർബണിന്റെ മാസ് നമ്പർ ഇവിടെ ഈ രണ്ട് എലമെന്റും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ നൈട്രജന്റെയും കാർബണിന്റെയും മാസ് നമ്പർ സെയിം ആണ്. ഇത്തരത്തിലുള്ള നൈട്രജനെയും കാർബണിനെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഐസോബാർ, ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ്. ഇത് രണ്ടും ഡിഫറെന്റ് എലമെന്റ് ആണ് പിള്ളേരെ. ആറ്റം ഓഫ് നേരത്തെ ഐസോടോപ്പ് പറഞ്ഞപ്പോഴോ സെയിം എലമെന്റ് ആയിരുന്നു. ഇവിടെ രണ്ടും ഡിഫറെന്റ് എലമെന്റ് ആണ്. എന്തുകൊണ്ട് അവർ ഡിഫറെന്റ് ആവാൻ കാരണം? ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ മാറുമ്പോൾ എലമെന്റ് മാറും. നേരത്തെ എന്ത് മാറിയില്ല? അറ്റോമിക് നമ്പർ മാറിയില്ല, അതുകൊണ്ട് സെയിം എലമെന്റ് ആയിരുന്നു. ഇവിടെ അറ്റോമിക് നമ്പർ മാറി. ഒരാളുടെ അറ്റോമിക് നമ്പർ 7ഉം ഒരാളുടെ അറ്റോമിക് നമ്പർ 6ഉം ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആവുകയും മാസ് നമ്പർ സെയിം ആവുകയും ചെയ്യുന്ന 2 എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോബാർ. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ഇവിടെ സൾഫറിനകത്ത് 40 കണ്ടോ, 40 എന്ന് കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് മാസ് നമ്പർ 40, അറ്റോമിക് നമ്പർ 16. ഇവിടെ നോക്കൂ 17, 40. ഇവിടെ നോക്കൂ 18, 40. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആർഗൺ ആണ്, AR ആണ് വരേണ്ടത് കേട്ടോ. AR ഇവിടെ തെറ്റാണ്, ഇവിടെ AR എന്ന് വരണം കേട്ടോ. ഞാനൊന്ന് മാറ്റി എഴുതാം. ഇവിടെ AR എന്നാണ് വരേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് മാറ്റി എഴുതാം. ഇവിടെ AR എന്ന് വരണം. AR. ഓക്കെ, ആർഗൺ. ഇവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അറ്റോമിക് നമ്പർ മാറിയിട്ടുണ്ട്, പക്ഷെ മാസ് നമ്പർ മാറിയിട്ടില്ല. അറ്റോമിക് നമ്പർ മാറുകയും മാസ് നമ്പർ മാറാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്? ഐസോബാർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്. എന്താണ് ഐസോട്ടോൺ? ഐസോട്ടോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആറ്റങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7ഉം മാസ് നമ്പർ 15ഉമാണ്. അറ്റോമിക് നമ്പർ 7ഉം മാസ് നമ്പർ 15ഉം. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 14ഉമാണ്. ഈ 2 എലമെന്റുകളെ നമുക്കൊന്ന് എഴുതി നോക്കാമേ. ഞാനിപ്പോൾ ഇവിടെ 2 എലമെന്റുകൾ എഴുതിയിട്ടുണ്ട്. ഈ എലമെന്റുകളിലെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ നമുക്കൊന്ന് എഴുതി നോക്കാമോ? നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 7 അല്ലേ? ഇവിടെ 7 അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പം 7 ആകുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 7, പ്രോട്ടോണിൻ്റെ എണ്ണം 7 ആകുമ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 7 അല്ലേ? മാസ് നമ്പർ 15 ആണ്. 15 ആണെങ്കിൽ അതിനകത്ത് പ്രോട്ടോണിൻ്റെ കൂടെ ന്യൂട്രോണും കൂടെ വരൂലേ? അപ്പോൾ N = എത്രയാണ്? 8 ആണ്. ന്യൂട്രോൺ 8 ആയി. ഇവിടെ നോക്ക്, പ്രോട്ടോണിൻ്റെ എണ്ണം 6. ഓക്കെ, ഇലക്ട്രോണിൻ്റെ എണ്ണവും 6 ആയിരിക്കൂലേ? ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? ഈ 14ൽ നിന്ന് 6 കുറച്ചാൽ പോരെ? 8 കിട്ടും. ഈ 2 എലമെന്റും പരിശോധിച്ചാൽ ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയത് കണ്ടോ? ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആകുന്ന 2 ആറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഐസോട്ടോൺ. മക്കളെ, ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഐസോടോപ്പ് നമുക്ക് മനസ്സിലായി. എന്താണ്? ഒരേ എലമെന്റുകളുടെ ആറ്റങ്ങൾക്ക് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ആ ഡിഫറെൻ്റ് മാസ് നമ്പർ വരികയാണെങ്കിൽ അവരെയാണ് ഐസോടോപ്പ് എന്ന് പറയാം.
എന്നാൽ ഡിഫറെൻ്റ് എലമെൻറ്റുകൾക്ക് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും. സെയിം മാസ് നമ്പർ വന്നാൽ അവരെ വിളിക്കുന്ന പേരാണ് ഐസോബാർ. ഐസോടോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആയിട്ട് വന്നാൽ അവരെ വിളിക്കുന്ന പേരാണ് ഐസോടോൺ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി നമ്മൾ പറയാനുള്ളത് റുദർഫോർഡിൻ്റെ മോഡലിൻ്റെ കുഴപ്പമാണ്. പാവപ്പെട്ട ഒരു റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ഒക്കെ പറഞ്ഞ് അതിനു മുമ്പ് ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് വളരെ പാടുപെട്ട് ഒരു പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിനകത്തൊരു കുഴപ്പമുണ്ട് എന്ന് പറയുകയാണ്. എന്ത് വേദനാജനകമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. പരീക്ഷയുടെ ചോദ്യമാണ് റുദർഫോർഡിൻ്റെ ഡ്രോബാക്ക്, ആ മോഡലിൻ്റെ ഡ്രോബാക്ക് എന്തായിരുന്നു? നമ്മൾ ഉത്തരം പറയണം, വ്യക്തമായി പറയണം. മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം വെനെവർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ആര് അട്രാക്ട് ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിൽ നിന്നും തുടർച്ചയായി എനർജി നഷ്ടപ്പെടും ഇലക്ട്രോണിൽ നിന്നും. അങ്ങനെ ഇലക്ട്രോൺ കറങ്ങുന്ന ഈ ഓർബിറ്റ് ചെറുതായി വരും. അവസാനം ഈ ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിനകത്ത് വീണ് പോകാൻ അല്ലെങ്കിൽ അവിടെ വന്ന് ഇടിക്കാനും ഈ ആറ്റം ഇല്ലാതായി പോകാനും സാധ്യതയുണ്ട്. ആരുടെ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ? മാക്സ്വെല്ലിൻ്റെ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. ഇതിന് കൃത്യമായൊരു വിശദീകരണം ഈ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിനകത്തില്ല. അതായത് ആറ്റത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ആ സ്റ്റെബിലിറ്റിയെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ പറയുന്ന പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതൊരു ഡ്രോബാക്ക് ആണ്. ആരുടെ? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ, റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. കൃത്യമായി കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം വെനെവർ ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ ഈസ് റിവോൾവിംഗ് ഇൻ എ ഫീൽഡ് ഓഫ് ഫോഴ്സ് ലൈക്ക് that of a nucleus, it loses energy continuously in the form of electromagnetic radiation. ഇത് പ്രകാശത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ റേഡിയേഷനുകളുടെ രൂപത്തിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അതിന് എനർജി നഷ്ടപ്പെടും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിയാൽ നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നത് പോലെ ഇലക്ട്രോണുകൾ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൻ്റെ എനർജി റേഡിയേഷനുകളുടെ രൂപത്തിൽ നഷ്ടപ്പെടും. അങ്ങനെ ഈ ഇലക്ട്രോണുകൾ കറങ്ങുന്ന ആ മണ്ഡലമുണ്ടല്ലോ, ആ സർക്കുലർ പാത്ത്, അത് ചെറുതായി വരികയും ബിക്കോസ് സ്മോളർ ആൻഡ് സ്മോളർ അൾട്ടിമേറ്റ്ലി ദ ഇലക്ട്രോൺ വുഡ് ഫോൾ ഇൻ ടു ദ ന്യൂക്ലിയസ്. അവസാനം ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിനകത്തേക്ക് പോയി ഇങ്ങനെ കറങ്ങി ചെറുതായി അവസാനം ന്യൂക്ലിയസിനകത്തേക്ക് വീഴുന്ന പോലെ സാധ്യത കാണുന്നുണ്ട് ഈ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ. ബട്ട് ദിസ് മീൻസ് ദാറ്റ് ദ ആറ്റം ഷുഡ് കൊളാപ്സ് എന്ന് വെച്ചാൽ അർത്ഥം ആറ്റം കൊളാപ്സ് ആവുമെന്നാണ്. ഹൗ എവർ ദിസ് ആക്ച്വലി ഡസ് നോട്ട് ഹാപ്പൻ. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. അതായത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിനകത്ത് ഉൾപ്പെടുത്തണമായിരുന്നു. അതൊരു പോരായ്മയാണ്. ഓക്കെ, ഇത് ഒന്ന്. It cannot explain the stability of atom. രണ്ട്, it failed to explain the existence of certain definite lines in the hydrogen spectrum. ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞ സാധനം ഇനി നമ്മൾ പഠിക്കുകയുള്ളൂ. അതിനകത്ത് ഫൈൻ ലൈൻസ് എങ്ങനെയാണ്, അതിനകത്ത് കുറേ ലൈൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇദ്ദേഹത്തിന് പറ്റിയില്ല. അതിന് വേറൊരാൾ വരും, നീൽസ് ബോർ വരും കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ നീൽസ് ബോറിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ്. ജെ തോംസന്റെ മോഡൽ ഓഫ് ആറ്റം ഈ കേരളത്തിൽ ഏറ്റവും നന്നായി പഠിച്ചു വെച്ചിരിക്കുന്ന ആരാ? നമ്മൾ. അതുപോലെ ഏണസ്റ്റ് റുദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആർക്കറിയാവുന്നേ? നമുക്ക് നന്നായിട്ട് അറിയാവുന്നേ. അപ്പോൾ റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് പേരെന്താ? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അടുത്തിരിക്കുന്ന ആളിന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ചാനലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. എന്താ ചാനലിൻ്റെ പേര്? α+1. ഓക്കെ, അപ്പോൾ ആ ചാനലിലൂടെ നമുക്ക് കെമിസ്ട്രി വീണ്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ വീണ്ടും കാണും. ബൈ ബൈ.